പ്രഭാഷകൻ 44-ാം അധ്യായത്തിലെ 50 ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണണേ. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിലെ മാർക്കുകളിലേക്ക് 50 മാർക്ക് ലഭിച്ചത് സിന്ധു ബെന്നി. 49 മാർക്ക് ലഭിച്ചിരിക്കുന്നവർ കുഞ്ഞമ്മ ജോസഫ്, മിനി ജോബ്. 48 മാർക്ക് ലഭിച്ചിരിക്കുന്നത് അൽഫോൻസ കറുമാഞ്ചേരിയിൽ. 46 മാർക്ക് ലഭിച്ചത് അൽഫോൻസ PE. 45 മാർക്ക് ലഭിച്ചവർ കമീല, ആനി ഫ്രാൻസിസ്, മേഴ്സി ജോസഫ്, തങ്കമ്മ ഗബ്രിയേൽ. 44 മാർക്ക് ലഭിച്ചത് ജെസി. 43 മാർക്ക് ലഭിച്ചത് ലീലാമ തോമസ്. 38 മാർക്ക് ലഭിച്ചത് മോളി ജോസ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. അതിനാൽ അബ്രഹാത്തിന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് എന്താണ് ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി, ശപഥം ചെയ്തു. ചോദ്യം 2. പിതാക്കന്മാരുടെ എന്ത് അവരുടെ പിൻഗാമികളിലും നിലനിൽക്കും? ഉത്തരം ഓപ്ഷൻ ബി, ഐശ്വര്യം. ചോദ്യം 3. പിതാക്കന്മാരുടെ ആര് ഉടമ്പടിക്ക് വേണ്ടി നിലകൊള്ളുന്നു? ഉത്തരം ഓപ്ഷൻ എ, മക്കൾ. ചോദ്യം 4. ആർക്കാണ് അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇസഹാക്കിന്. ചോദ്യം 5. പിതാക്കന്മാരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല? ഉത്തരം ഓപ്ഷൻ എ, സൽപ്രവർത്തികൾ. ചോദ്യം 6. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും എന്തു ചെയ്യും? ഉത്തരം ഓപ്ഷൻ സി, നിലനിൽക്കും. ചോദ്യം 7. പിതാക്കന്മാർ കാലത്തിൻ്റെ എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, മഹിമ. ചോദ്യം 8. ആലോചനകളിലും നിയമപരിജ്ഞാനത്താലും ആർക്കാണ് പിതാക്കന്മാർ നേതൃത്വം കൊടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി, ജനത്തിന്. ചോദ്യം 9. മർത്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടില്ലെന്ന് നിത്യമായ ഉടമ്പടി ആരുമായാണ് കർത്താവ് ചെയ്തത്? ഉത്തരം ഓപ്ഷൻ എ, നോഹയുമായി. ചോദ്യം 10. പിതാക്കന്മാരുടെ വിജ്ഞാനം ജനതകൾ എന്ത് ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രഘോഷിക്കും. ചോദ്യം
11. പിതാക്കന്മാർ എങ്ങനെയാണ് സംസ്കരിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി സമാധാനത്തോടെ. ചോദ്യം 12. ആര് പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ? ഉത്തരം ഓപ്ഷൻ എ ജനങ്ങൾ. ചോദ്യം 13. പൂരിപ്പിക്കുക. ഡാഷ് ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. ഉത്തരം ഓപ്ഷൻ സി ജീവിക്കുകയോ. ചോദ്യം 14. അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി അബ്രഹാം. ചോദ്യം 15. യാക്കോബിനെ അംഗീകരിച്ച് അവിടുന്ന് എന്താണ് നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി പൈതൃകാവകാശം. ചോദ്യം 16. നോഹ തികഞ്ഞ ആരായിരുന്നു എന്നാണ് പ്രഭാഷകൻ ഈ അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ നീതിമാനായിരുന്നു. ചോദ്യം 17. എവിടെ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ? ഉത്തരം ഓപ്ഷൻ ബി സ്വവസതിയിൽ. ചോദ്യം 18. ആരാണ് സ്വശരീരത്തിൽ ഉടമ്പടി മുദ്ര പതിച്ചത്? ഉത്തരം ഓപ്ഷൻ എ അബ്രഹാം. ചോദ്യം 19. ആരാണ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും പിതാക്കന്മാർക്ക് ഓഹരിയായി നൽകിയത്? ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ്. ചോദ്യം 20. പൂർവ പിതാക്കന്മാരിൽ ചിലർ സംഗീതജ്ഞരും ഡാഷുമായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി കവികൾ ആയിരുന്നു. ചോദ്യം 21. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തലമുറ ക്രമത്തിൽ. ചോദ്യം 22. എന്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനത്താൽ. ചോദ്യം 23. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ്? ഉത്തരം ഓപ്ഷൻ എ അനുതാപത്തിൻ്റെ. ചോദ്യം 24. പൂരിപ്പിക്കുക. രാജാക്കന്മാരും കീർത്തിയുറ്റ ഡാഷ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ബലശാലികളും. ചോദ്യം 25. പിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി മക്കളുടെ മക്കളിൽ. ചോദ്യം 26. ആരുടെ പേരാണ് തലമുറകൾ തോറും നിലനിൽക്കുന്നത്?
ഉത്തരം ഓപ്ഷൻ ഡി പൂർവ പിതാക്കന്മാരുടെ. ചോദ്യം 27. കർത്താവ് എപ്പോൾ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി? ഉത്തരം ഓപ്ഷൻ സി ആദ്യം മുതൽ തന്നെ. ചോദ്യം 28. പൂർവപിതാക്കന്മാർ തങ്ങളുടെ തലമുറകളിൽ എന്തും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ബഹുമാന്യതരും. ചോദ്യം 29. അവിടുന്ന് യാക്കോബിന് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായാണ് ഭാഗിച്ചു കൊടുത്തത്? ഉത്തരം ഓപ്ഷൻ ബി 12. ചോദ്യം 30. പൂർവ പിതാക്കന്മാരുടെ എന്ത് മാഞ്ഞു പോകുകയില്ല? ഉത്തരം ഓപ്ഷൻ ഡി പ്രതാപം. ചോദ്യം 31. ഇസഹാക്കിൻ്റെ പിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം. ചോദ്യം 32. ആരാണ് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ഹെനോക്ക്. ചോദ്യം 33. എങ്ങനെയുള്ള ഉപദേശം നൽകിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വിവേകപൂർവമായ. ചോദ്യം 34. മർത്യകുലം ജലപ്രളയത്താൽ നശിക്കപ്പെടില്ലെന്ന് എന്ത് അവനുമായി ചെയ്യപ്പെട്ടു? ഉത്തരം ഓപ്ഷൻ എ നിത്യമായ ഉടമ്പടി. ചോദ്യം 35. പൂരിപ്പിക്കുക. ഡാഷ് ഉള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഉത്തരം ഓപ്ഷൻ ഡി വിഭവ സമൃദ്ധിയുള്ളവരും. ചോദ്യം 36. ആര് അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും? ഉത്തരം ഓപ്ഷൻ സി സമൂഹം. ചോദ്യം 37. ജനങ്ങൾ പ്രകീർത്തിച്ച ആരാണ് ചിലർ? ഉത്തരം ഓപ്ഷൻ ബി പ്രസിദ്ധരാണ്. ചോദ്യം 38. ആരാണ് നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാമെന്ന് നമ്മോട് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രഭാഷകൻ. ചോദ്യം 39. ആരുടെ സന്തതികൾ ഉടമ്പടി പാലിക്കും? ഉത്തരം ഓപ്ഷൻ എ പൂർവ പിതാക്കന്മാരുടെ. ചോദ്യം 40. പ്രഭാഷകൻ 44-ാം അധ്യായം 10-ാം വാക്യം പ്രകാരം പൂർവപിതാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി കരുണയുള്ളവരായിരുന്നു. ചോദ്യം 41. എപ്പോഴാണ് അബ്രഹാം തൻ്റെ വിശ്വസ്തത തെളിയിച്ചത്? ഉത്തരം ഓപ്ഷൻ എ പരീക്ഷിക്കപ്പെട്ടപ്പോൾ. ചോദ്യം 42. പൂർവ പിതാക്കന്മാരിൽ
എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്? ഉത്തരം ഓപ്ഷൻ സി സ്മരണ. ചോദ്യം 43. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുള ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി നോഹ. ചോദ്യം 44. എന്തു കാര്യത്തിലാണ് അബ്രഹാത്തിന് സമനായി ആരുമില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി മഹത്വത്തിൽ. ചോദ്യം 45. അബ്രഹാത്തിന്റെ ആര് വഴിയാണ് ജനതകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ഡി സന്തതികൾ. ചോദ്യം 46. ഭൂമിയിലെ എന്തുപോലെ അവനെ വർദ്ധിപ്പിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മണൽത്തരി പോലെ. ചോദ്യം 47. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിൽ അവിടുന്ന് വെച്ചു? ഉത്തരം ഓപ്ഷൻ എ യാക്കോബിന്റെ. ചോദ്യം 48. എന്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു? ഉത്തരം ഓപ്ഷൻ സി ജലപ്രളയത്തിനു ശേഷം. ചോദ്യം 49. ഹെനോക്ക് ആരെ പ്രീതിപ്പെടുത്തി? ഉത്തരം ഓപ്ഷൻ ഡി കർത്താവിനെ. ചോദ്യം 50. അവന്റെ സന്തതികൾ ആകാശത്തിലെ എന്തുപോലെ പെരുകും എന്നാണ് അബ്രഹാത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ നക്ഷത്രങ്ങൾ പോലെ. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്കും ഷെയറും ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നും നിങ്ങളുടെ പേരും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.